എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 47-ാം വാക്യം. 1 ശമൂവേൽ 17:47. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യുദ്ധം യഹോവയ്ക്കുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 നിർണായക ഘട്ടങ്ങളിൽ ഒരേ വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു സന്ദർഭം ബാലനായ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴാണ്. മറ്റേത് യഹോശാഫാത്ത് രാജാവ് ഏകനായി 3 രാജാക്കന്മാരോട് എതിരിടാൻ ഒരുങ്ങുമ്പോഴാണ്. ഈ 2 സന്ദർഭങ്ങളിലും ദൈവജനം അതിശക്തനായ ശത്രുവിനെയാണ് എതിരിട്ടത്. ഭൗമിക സാഹചര്യങ്ങളും കണക്കുകൂട്ടലുകളും അനുസരിച്ച് ഒരു തരത്തിലും ജയിക്കാനുള്ള സാധ്യതയില്ല. എന്നാൽ യുദ്ധം യഹോവയുടേത് മാത്രമായതുകൊണ്ട് ദൈവജനം ജയിച്ചു. യുദ്ധത്തിലെ ജയാപജയങ്ങൾ പങ്കെടുക്കുന്നവരുടെ യുദ്ധതന്ത്രങ്ങളുടെയും പ്ലാനുകളുടെ മികവിൻ്റെയുമൊക്കെ പരിണിത ഫലമാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നേരിടുന്ന ശത്രുവായ സാത്താൻ നമ്മെ പോലെയുള്ളവനല്ല. അവൻ ശക്തനാണ്, എന്നാൽ സർവശക്തനല്ല. ജ്ഞാനിയാണ്, എന്നാൽ ജ്ഞാനസമ്പൂർണനല്ല. ഈ ശത്രു നമുക്കുള്ളതെല്ലാം അപഹരിക്കാനും അറുപ്പാനും മുടിപ്പാനുമായിട്ടാണ് സദാ ഒരുങ്ങിയിരിക്കുന്നത്. ഈ ശത്രുവായ പിശാചിനോടും ലോകത്തോടും ജഡത്തോടും നമുക്ക് നിരന്തരം യുദ്ധമുണ്ട്. ഇങ്ങനെയുള്ള കഠിന യുദ്ധം ദൈവത്തിൻ്റെതായതുകൊണ്ട് മാത്രം നാം ജയിക്കുന്നു. എങ്കിലും ചില കാര്യങ്ങളിൽ നാം തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നുവെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുക്കം ആവശ്യമാണ്. 1 കൊരിന്ത്യർ 14:8 അവിടെ നമ്മൾ കാണുന്നു, തെളിവായ നാദമുണ്ടെങ്കിലേ പടയ്ക്ക് ഒരുങ്ങാൻ പറ്റൂ. എന്തെങ്കിലും കേട്ടിട്ട് എടുത്തു ചാടി ചെയ്യുന്ന ഒന്നല്ല യുദ്ധം. ഓരോ യുദ്ധത്തിൻ്റെ പിൻപിലും കണക്കുകൂട്ടലുകളും ആയുധ സംഭരണവുമുണ്ട്. ദൈവം നമ്മെ വില കൊടുത്ത് വാങ്ങിയപ്പോൾ നമ്മെ അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ വിളിച്ച് വേർതിരിച്ചതാണ്. ആ ലക്ഷ്യം നിറവേറ്റാതിരിക്കാനും തടസ്സപ്പെടുത്താനും ചുറ്റും ശത്രുക്കളുണ്ട്. ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറിയില്ലെങ്കിൽ ജയിക്കാൻ സാധ്യമല്ല. മറ്റൊന്ന്, പറ്റിയ കൂട്ടായ്മ ആവശ്യമാണ്. ഏതെങ്കിലും കൂട്ടുകാരെ തിരഞ്ഞെടുത്താൽ പൂർണ്ണമായ ദൈവിക അനുഗ്രഹം ഉണ്ടാകുകയില്ല. ആഹാബും യഹോശാഫാത്തും തമ്മിൽ മൈത്രിക്ക് അടിസ്ഥാനമേ ഇല്ല. അവിശുദ്ധമായ കൂട്ടുകെട്ട്. എല്ലാവരോടും പറയാൻ യഹോശാഫാത്തിന് ഒരേ ഒരു ഉത്തരം: ഞാനും നീയും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെ അല്ലോ. അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, ഒരുപോലെ അല്ല എന്നതാണ് ഉത്തരം. ഈ അവിശുദ്ധ കൂട്ടുകെട്ടും അശ്രദ്ധമായ നടപടിയും യഹോശാഫാത്തിന്റെ പരാജയത്തിന് കാരണമായി. 2 കൂട്ടരും ആരാധിക്കുന്നത് വ്യത്യസ്ത ദൈവങ്ങളെ, യുഗങ്ങളായി ശത്രുക്കളായവരെ. ദൈവപ്രീതി യഹോശാഫാത്തിന് ലഭിച്ചില്ല. എങ്കിലും ആപത്തിലകപ്പെട്ടപ്പോൾ കരുണയുള്ള ദൈവം അവന് സഹായം നൽകി. ദൈവകാര്യം പങ്കുവെക്കാനും ഒന്നിച്ചു പ്രാർത്ഥിക്കാനും നിന്നെപ്പോലെയുള്ളവരെ നീ കണ്ടുപിടിക്കണമെന്നതാണ് നമ്മോട് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. യഹോശാഫാത്ത് ആദ്യത്തെ യുദ്ധം കഴിഞ്ഞു വന്നപ്പോൾ യേഹൂ ദർശകൻ ശാസിച്ചു. 2 ദിനവൃത്താന്തം 19:2 അത് കാണുന്നു.
എന്നിട്ടും വർഷങ്ങൾക്ക് ശേഷം അവൻ അഹസ്യാവ് എന്ന മഹാദുഷ്ടനായ ഇസ്രായേൽ രാജാവിനോട് ചേർന്ന് കപ്പലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ പണി ഉടഞ്ഞു പോകുവാൻ ദൈവം അനുവദിച്ചു. യാതൊരു ആത്മീയ ഐക്യവും ഇല്ലാത്തവരോട് നമ്മുടെ ഭാരങ്ങളും ആത്മീയ അനുഭവങ്ങളും ഒന്നും പങ്കുവയ്ക്കാൻ പോകരുത്. ഇത് യെഹോശാഫാത്ത് തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു തന്നിരിക്കുന്ന ഒരു സന്ദേശമാണ്. മറ്റൊരു കാര്യം, യുദ്ധത്തിൻ്റെ നടുവിൽ കണ്ണീരും ആശ്രയവും മുഴുവൻ ദൈവസന്നിധിയിൽ മാത്രമാണ്. കരയാതെയും ഏതെങ്കിലും ഒരു മുറിവേൽക്കാതെയും ഒരു യുദ്ധവും ജയിക്കാൻ സാധ്യതയില്ല. കണ്ണുനീരും ആശ്രയവും മുഴുവൻ അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കണം. ഹന്നായുടെയും യാക്കോബിൻ്റെയും കണ്ണീരിനെ മറികടക്കാത്തവൻ നമ്മോട് കൂടെയുണ്ട്. യുദ്ധത്തിനായി അരമുറക്കുന്ന ദൈവം, അല്ലെങ്കിൽ നമ്മളെ അണിയിച്ചൊരുക്കുന്ന ദൈവം, 18 സങ്കീർത്തനം 39 വാക്യത്തിൽ അത് നമ്മൾ കാണുന്നു. വേറെ വല്ലവരെയും യുദ്ധം ചെയ്യട്ടെ എന്ന് വിചാരിക്കരുത്. നമ്മുടെ യുദ്ധം നമ്മൾ ചെയ്തേ പറ്റൂ. പക്ഷേ നമ്മുടെ അരമുറുക്കി ശക്തി ധരിപ്പിച്ച് കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തി രക്ഷ എന്ന പരിചയ തന്ന് വലം കൈ കൊണ്ട് താങ്ങി പൂർണ്ണ പിൻബലം തരുന്ന ദൈവം കൂടെയുണ്ട്. നമ്മൾ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, നമ്മുടെ കഴിവിലുള്ള ആശ്രയം മാറ്റിവെച്ച് ദൈവത്തിൻ്റെ കഴിവിൽ പൂർണ്ണമായും ആശ്രയിച്ച് അവിടുന്ന് ഒരുക്കിയതൊക്കെ അണിഞ്ഞ് യുദ്ധം ചെയ്യുക. അണിയേണ്ട ആയുധങ്ങളുടെ പട്ടികയൊക്കെ എഫെസ്യ ലേഖനം 6 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 10 മുതലുള്ള വാക്യങ്ങളിൽ. ആക്രമണം തടയാനും ശത്രുവിനെ ആക്രമിക്കാനും ഒക്കെയുള്ള ആയുധങ്ങൾ ആ കൂട്ടത്തിലുണ്ട്. അതായത് ഡിഫൻസീവും ഒഫൻസീവുമായ വെപ്പൻസ് ആണ് അവിടെ നമ്മൾ കാണുന്നത്. സർവായുധ വർഗമാണ്. അതുകൊണ്ടാണ് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യം, എന്നാൽ അവയെല്ലാറ്റിൽ നിന്നും ദൈവം വിടുവിക്കുന്നു എന്ന വാഗ്ദത്തം നൽകിയിരിക്കുന്നത്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്കും ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ നിരായുധരാവാം, അശക്തരാവാം, എന്നാൽ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ഒരു കർത്താവ്. പൂർണ്ണമായും അത് ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ. പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവം കൂടെയുണ്ട് എന്ന ഉറപ്പോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വിജയിപ്പാനുള്ള കൃപ നൽകണമേ. ജീവിത സരണികളെ ഒരുക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപയിലും കരുണയിലും അടിയങ്ങൾ ആശ്രയിക്കുന്നു. അവിടുത്തെ ബലമാണ് ഞങ്ങളുടെ ബലം. ജീവിപ്പാനുള്ള ഊർജം പകരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിൽ ജീവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും കരുണയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.